ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ ഹോട്ട് ടോപ്പിക്. ഇന്ന് നമുക്ക് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് റിവൈസ് ചെയ്യേണ്ടത്. ചട്ടമ്പി സ്വാമികൾ എന്ന ഭാഗം അല്ലെ അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കൃതികളല്ലാത്തത് ഏത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. നമുക്കത് പഠിച്ചു വയ്ക്കേണ്ടതാണ്. നോക്കാം. അദ്ദേഹത്തിൻ്റെ ജനനം, ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് 1853 ഓഗസ്റ്റ് 25-നാണ്. 1853 ഓഗസ്റ്റ് 25-ന് ഈ ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നു. എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? കൊല്ലൂർ കണ്ണമൂല, തിരുവനന്തപുരത്ത് കണ്ണമൂലയിലാണ് ഇദ്ദേഹം ജനിച്ചത്. ജന്മഗൃഹമാണ് ഉള്ളൂർക്കോട് വീട്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നാണ്. ബാല്യകാല നാമം കുഞ്ഞൻപിള്ള. പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ചട്ടമ്പി സ്വാമികൾ എന്ന പേര് വന്നത്? ഇദ്ദേഹത്തിൻ്റെ ആദ്യകാല ഗുരുവായിരുന്നു രാമൻപിള്ള ആശാൻ. അപ്പോൾ ഈ രാമൻപിള്ള ആശാൻ്റെ ഗുരുകുലത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായിട്ട് അവരെ നിയന്ത്രിക്കുന്ന അവരുടെ ലീഡറായിരുന്നു ആര്? ഈ കുഞ്ഞൻപിള്ള. അപ്പോൾ ഈ കുഞ്ഞൻപിള്ളയെ മോണിറ്ററായിട്ട് അല്ലെങ്കിൽ ലീഡറാക്കി നിയോഗിച്ചു. അങ്ങനെയാണ് ഈ മോണിറ്റർ എന്ന വാക്കിൻ്റെ മലയാള വാക്കാണ് ചട്ടമ്പി എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. ഓക്കെ, ലീഡർ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിനെ ചട്ടമ്പി എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ചട്ടമ്പി സ്വാമികളായി മാറുന്നത്. ഓക്കെ, ഇനി ഈ വേദോപനിഷത്തുകളിലും അതുപോലെ സംസ്കൃതത്തിലും യോഗാവിദ്യയിലുമെല്ലാം ചട്ടമ്പി സ്വാമിയുടെ ഗുരുവായിരുന്നത് സുബ്ബജടാപാടികളാണ് ഈ ചട്ടമ്പി സ്വാമികളെ സന്യാസി വൃത്തി സ്വീകരിക്കാൻ വേണ്ടിയൊക്കെ പ്രേരിപ്പിച്ച വ്യക്തിയെന്ന് പറയുന്നത്. ഓക്കെ, ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിച്ച സ്ഥലമാണ് തമിഴ്നാട് വടിവീശ്വരത്ത് വെച്ചാണ് അദ്ദേഹത്തിന് ബോധോദയം ലഭിച്ചതെന്ന് പറയുന്നു. സന്യാസം സ്വീകരിച്ചതിന് ശേഷം ചട്ടമ്പി സ്വാമികൾ സ്വീകരിച്ച പേരാണ് ഷൺമുഖദാസൻ. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള നവോത്ഥാന നായകൻ കൂടിയാണ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലമാണ് കൊല്ലം ജില്ലയിലെ പന്മന. അതുപോലെ ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലത്തിനടുത്ത് ശിഷ്യന്മാർ പണിത ഒരു ക്ഷേത്രമുണ്ട്. അതാണ് ബാലഭട്ടാരക ക്ഷേത്രം. കുമ്പളത്ത് ശങ്കുപിള്ള എന്ന ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. അതുപോലെ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ചട്ടമ്പി സ്വാമികളോടുള്ള ആദര സൂചകമായിട്ട് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 2014 ഏപ്രിൽ 30. ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങളൊക്കെ ഒന്ന് നോക്കാം. സർവവിദ്യാധിരാജൻ, അതുപോലെ ബാലഭട്ടാരകൻ. ഈ സർവവിദ്യാധിരാജൻ എന്നുള്ളത് 8 യോഗമാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. സർവവിദ്യാധിരാജൻ, അതുപോലെ ബാലഭട്ടാരകൻ. കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാവി ധരിക്കാത്ത സന്യാസി, കേരളത്തിൻ്റെ മഹാനായ പണ്ഡിത സന്യാസി, സദ്ഗുരു, സർവജ്ഞനായ ഋഷി, പരിപൂർണ കലാനിധി എന്നെല്ലാം ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങളാണ്. ഷൺമുഖദാസൻ, ഇതെല്ലാം ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങളാണ്. ഇനിയും കുറച്ച് കൃതികളെക്കുറിച്ച് നോക്കാം. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് പ്രാചീന മലയാളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകി എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പരശുരാമൻ കേരളത്തെ ബ്രാഹ്മണർക്ക് ദാനമായി നൽകി എന്ന പുരാവൃത്തത്തെ ഖണ്ഡിക്കുന്ന അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം. അതുപോലെ മറ്റൊരു കാര്യം കൂടിയുള്ളത്, പ്രാചീന മലയാളം എന്നത് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൃതിയാണ്. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം എന്നുള്ളത്. ആദിഭാഷ മറ്റൊരു കൃതിയാണ്. മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ആദിഭാഷ. മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ആദിഭാഷ. ഇനി വേദാധികാര നിരൂപണം എന്താണ്? വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ലെന്നും അത് എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്നും സമർത്ഥിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. അല്ലെങ്കിൽ ശൂദ്രന്മാർക്കും വേദം പഠിക്കുന്നതിനുള്ള അവകാശമുണ്ട് എന്ന് വാദിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് ചോദിച്ചാലും വേദാധികാര നിരൂപണമാണ്. ഈ വേദാധികാര നിരൂപണത്തെക്കുറിച്ച് വിവേകാനന്ദൻ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് നമ്മുടെ ഈ വേദാധികാര നിരൂപണം എന്ന കൃതിയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്.
ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ടുള്ള ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ടുള്ള ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. അതുപോലെ ഒരു ക്രിസ്തുമത നിരൂപണം എന്നൊരു കൃതിയുണ്ട്. അത് ക്രിസ്തുമത സഭകളുടെ പ്രവർത്തനങ്ങളും അതുപോലെ മതം മാറ്റത്തെയൊക്കെ എതിർത്ത കൃതിയാണ് ക്രിസ്തുമത നിരൂപണം എന്നുള്ളത്. ഇനി സമാധി സപ്തകം എന്താണ്? സമാധി സപ്തകം ഒരു കവിതയാണ്. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കവിതയാണ്. ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കവിതയാണ് സമാധി സപ്തകം എന്നുള്ളത്. ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി. ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി. നോട്ട് ചെയ്ത് വയ്ക്കുക, അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്, ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന കോട്ട് നമുക്ക് നോക്കാം. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. ഓക്കെ, വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ചു. ഇനി ജാതി മത വർഗ വിവേചനത്തിന് അതീതമായി മനുഷ്യ സമൂഹത്തിൻ്റെ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച മനുഷ്യ സ്നേഹിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. ക്ലിയർ ആണല്ലോ ഇത്രയും പോയിന്റ്സ്. അധസ്ഥിതർക്ക് ക്ഷേത്ര പ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അധസ്ഥിതർക്ക് ക്ഷേത്ര പ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് അദ്ദേഹം വാദിച്ചു. അതുപോലെ അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തുകയും അവരുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത നവോത്ഥാന നായകൻ കൂടിയാണ് ചട്ടമ്പി സ്വാമികൾ. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തുകയും അവരുടെ സാമൂഹിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത നവോത്ഥാന നായകൻ കൂടിയാണ് ഇദ്ദേഹം. ഇനി നമ്മളെ ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്താണ്? ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷമാണ് 1882. 1882 ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത്. അത് ചെമ്പഴത്തിക്ക് അടുത്തുള്ള അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച്. അതുപോലെ 1892 വിവേകാനന്ദനെ കണ്ടുമുട്ടുന്നുണ്ട്. ചട്ടമ്പി സ്വാമിയും വിവേകാനന്ദനും തമ്മിൽ കണ്ടുമുട്ടുന്നത് 1892 മരുമക്കത്തായം, സംബന്ധം, ഐത്തം, കൂട്ടുകുടുംബ സമ്പ്രദായം എന്നിവയ്ക്കൊക്കെ എതിർത്ത് പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു വാക്കുകളാണ് അനുകമ്പയായ മധുരത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ്. അനുകമ്പയായ മധുരം കൊണ്ട് നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ് എന്ന്. ഇദ്ദേഹം സമാധിയാവുന്നത് 1924 മെയ് 5 മെയ് 5 1924 മെയ് 25 ചട്ടമ്പി സ്വാമികൾ സമാധിയാവുന്നത്. എവിടെയാണ്? കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. ഇത്രയും കാര്യങ്ങളാണ് ചട്ടമ്പി സ്വാമിയുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് പഠിക്കാനുള്ളത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.